എല്ലാവർക്കും neethakitchenലേക്ക് സ്വാഗതം. ഉപ്പേരി വറക്കാൻ വേണ്ടിയിട്ട് കായ തൊണ്ട് പൊളിക്കുമ്പോഴുള്ള കായത്തൊലി ഇല്ലേ, ആ കായത്തൊലി കൊണ്ടാണ് നമ്മൾ കറി വയ്ക്കാൻ പോണത്. അതിൽ വൻപയറോ അല്ലെങ്കിൽ ചെറുപയറോ ഇട്ട് വെക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ചെറുപയറാണ്. 1/2 ഗ്ലാസ് ചെറുപയർ എടുത്തിട്ടുണ്ട്. ഇനി അത് കഴുകിയതിന് ശേഷം കുക്കറിലിട്ട് 1 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് വേവിക്കാൻ വേണ്ടി അടുപ്പത്തേക്ക് വയ്ക്കാം. 2 വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്യാം. ഇനി ഈ കായത്തൊലി അരിഞ്ഞെടുക്കാം. അത് കട്ടിംഗ് ബോർഡ് വെച്ചാൽ എങ്ങനെ വേണമെങ്കിലും അരിഞ്ഞെടുക്കാം, ചെറുതാക്കി അരിയാം. ഉപ്പേരി വറവ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കായത്തൊലി കൊണ്ട് ഒരു കറി വയ്ക്കും. അത് പുഴുക്ക് പോലെ വയ്ക്കണമെങ്കിൽ അതുപോലെ വയ്ക്കാം, അതല്ലെങ്കിൽ തോരൻ പോലെയും വയ്ക്കാം. രണ്ടും ടേസ്റ്റാണ്. ഈ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, മറക്കാണ്ട് ചെയ്യണം കേട്ടോ. ഇതുപോലെ ചെറുതാക്കി അരിയണം. ഇതുപോലെ ബാക്കിയുള്ളതും കൂടി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 കായും കൂടി അരിഞ്ഞിടാം. കായത്തൊലി ഞാനിത് മുഴുവൻ എടുക്കണില്ല, ഇതിൻ്റെ പകുതി എടുക്കണുള്ളൂ. ഇനി അരിഞ്ഞു വെച്ചിട്ടുള്ള കായും കായത്തൊലിയും എല്ലാം കൂടി കഴുകി ഈ വേവിച്ച് വെച്ചിട്ടുള്ള ചെറുപയറിൽ കൂടി ഇടാം. എന്നിട്ട് 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിക്കാം. ഇനി അതിലേക്ക് 2 പച്ചമുളക് കീറിയിടാം. ഇനി അതിലേക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇതിന് പാകത്തിന് കുറച്ച് ഉപ്പും കൂടി ഇടാം. എന്നിട്ട് വേവിക്കാൻ വേണ്ടി അടുപ്പത്തേക്ക് വയ്ക്കാം. 2 വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്തിടാം. ഇനി ഇത് കാച്ചാൻ വേണ്ടിയിട്ട് കുറച്ച് ഉള്ളിയും 1 വാള ഉള്ളി എടുത്തിട്ടുണ്ട്. ഉള്ളിയും കുറച്ച് മുളകും കൂടി ചതച്ചെടുക്കണം. ഇനി കറി കാച്ചാൻ വേണ്ടിയിട്ട് ചട്ടി അടുപ്പത്തേക്ക് വയ്ക്കാം. അത് ചൂടാകുമ്പോൾ അതിലേക്ക് ഉപ്പേരി വറുത്ത വെളിച്ചെണ്ണ വേണം ഒഴിക്കാനായിട്ട്, അതാണ് ടേസ്റ്റ്. ആ വെളിച്ചെണ്ണ ഒഴിക്കാം. ഇനി അതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഉള്ളിമുളക് ഇടാം. ഇതിലേക്ക് കുറച്ച് ഉള്ളിയൊക്കെ കൂടുതൽ വേണം, അതുകൊണ്ടാണ് ഇത്രയും ഉള്ളി എടുത്തിട്ടുള്ളത്. ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ പോരായിക്കുണ്ട്, അപ്പോൾ ആ വറുത്ത വെളിച്ചെണ്ണ കുറച്ചും കൂടി ഒഴിക്കാം. കുക്കറിൽ വേവിക്കാൻ വെച്ചിരുന്നത് നല്ലപോലെ വെന്തിട്ടുണ്ട്. 2 വിസിൽ വന്നപ്പോൾ ഓഫ് ചെയ്താണിത്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം. ഇപ്പോൾ ഉള്ളിമുളകൊക്കെ നല്ലപോലെ മൂത്തുണ്ട്. ഇനി ആ വേവിച്ച് വെച്ചിട്ടുള്ള ഇതിലേക്ക് ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് പാത്രത്തിലേക്ക് പകർത്തി ഉപയോഗിക്കാം. അപ്പോൾ ഇനി കായത്തൊലി ഒന്നും ആരും കളയല്ലേ, ഇതുപോലെ കറി വെക്കാട്ടോ.